ഹലോ ഫ്രണ്ട്സ്, കേരളാകാർസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാള അടുത്ത അഷ്ടമിച്ചിറാണ് ഉള്ളത്. ഇവിടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2005 മോഡൽ മാരുതി സുസുക്കിയുടെ 800 Mpfi പെട്രോൾ മാനുവൽ ഓപ്ഷൻ വാഹനമാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത്. കുറേയായിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി കിട്ടുന്ന ഒരു വാഹനമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു വണ്ടി കുറഞ്ഞ വിലയിൽ നല്ലൊരെണ്ണം കിട്ടിയിട്ടുള്ളത്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം. അതിന് ചെറിയൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അതിന്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ കേരള കാർസിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ ഇതിന്റെ ഓണറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ തന്നെ ഒരു ഇതിലും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീരുന്നതായിരിക്കും. വീഡിയോയുടെ ഇടയിൽ നമ്മൾ വില പറയുന്ന ഭാഗത്ത് സ്ക്രീനകത്ത് വലുതാക്കി കാണിക്കുന്നതാണ് RC ഓണർ നമ്പർ. കൂടാതെ താഴെ സ്ക്രോളിംഗ് കാണിക്കുന്ന എന്റെ പേഴ്സണൽ നമ്പറാണ്. അത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളോ വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന 2005 മോഡൽ മാരുതി 800 പെട്രോള് മാനുവൽ ഓപ്ഷൻ Mpfi AC വാഹനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് നമുക്ക് പറയാം. ഈ വാഹനം പെട്രോൾ Mpfi ആണ് വരുന്നത്, കാർബറേറ്റർ ടൈപ്പ് അല്ല, ഇഞ്ചക്ടർ ടൈപ്പ് ആണ് വരുന്നത്. ഈ വാഹനത്തിന്റെ പേപ്പറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2005 വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത്. നിലവിൽ വാഹനത്തിന് 2024 ഡിസംബർ വരെ തന്നെ ടെസ്റ്റും ടാക്സും ബാക്കി നിലനിൽക്കുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ ലാസ്റ്റിലാണ് അവർ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയത്. അതുകൊണ്ട് തന്നെ 2024 ഒക്ടോബർ ലാസ്റ്റ് വരെ തന്നെ വാഹനത്തിന് ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കണ്ടീഷനിലാണ് നിലവിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം ഇരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്നാലും കാര്യമായ പരിക്കുകളൊന്നും തന്നെ നിലവിൽ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്ത് നോക്കിയിട്ട് കാണുക. പെയിന്റിൻ്റെ വശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണുന്നുണ്ട്. എന്നാലും കാലപ്പഴക്കത്തിൻ്റെ ലെവലിൽ ചെറിയ സ്ക്രാച്ചുകളും ചെറിയ പൊടിത്തുരുമ്പുകളും നമുക്ക് അവിടെ ഇവിടെയായിട്ട് നോക്കിയിട്ട് കണ്ടത്. ഒന്ന് പെയിന്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ വൃത്തിയാവുന്നതിനേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലാണ് വാഹനത്തിന്റെ ഫ്രണ്ട് വശം നിലവിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ വശങ്ങളിലും തന്നെ ഗ്ലാസോ കാര്യങ്ങളോ തന്നെ റീപ്ലേസ്മെന്റ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിയിട്ട് കണ്ടത്. നിലവിൽ നമുക്കൊരു നെഗറ്റീവ് എന്ന തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡിലെ ബാക്ക് ഡോറിൽ കണ്ടോ, അത് എവിടെയോ ഒന്ന് ചെറിയ ലെവലൊന്നും തട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ സ്ക്രാച്ച് നമുക്ക് കാണാം. അത് ഫ്രണ്ട് ഡോറിൽ തന്നെ ചെറുതായിട്ട് അതിൻ്റെ സ്ക്രാച്ചുകൾ കാണാം. അവിടെ പെയിന്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടിട്ടില്ല നെഗറ്റീവായിട്ട്. വാഹനത്തിന്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടതിനെക്കാട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ ഒരു വശത്ത് നിലവിൽ നമുക്ക് പെയിന്റിന് കോട്ടോ പാച്ചോ തരുമ്പോൾ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സൈഡിൽ എടുത്ത് പറയാൻ സാധിക്കും. വാഹനത്തിന്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മറ്റു വശങ്ങൾ കണ്ട ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു വശത്ത് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഗ്ലാസോ കാര്യങ്ങളൊന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല, എല്ലാം ഒരേ സീരീസിൽ കിടക്കുന്ന ഗ്ലാസ്സെല്ലാം നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. ടൈലാമ്പൽക്കാണ് തന്നെ കാര്യമായ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചില്ല. കാലപ്പഴക്കത്തിന്റെ ലെവലിൽ ചെറിയൊരു മങ്ങൽ നമുക്ക് നോക്കിയേക്കാം. കൂടാതെ ബമ്പറിലാണെങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ബമ്പറിൽ കണ്ടുപോലെ തന്നെ ചെറിയ സ്ക്രാച്ചുകളും ചെറിയ ലെവലിൽ അവിടെ ഇവിടെയൊക്കെ പെയിന്റ് പോയിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ട്. ഇത്രയും നമ്മൾ പുറത്ത് വിശേഷങ്ങളുണ്ടല്ലോ. നമുക്ക് വാഹനത്തിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വാഹനത്തിന്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നിലവിൽ അങ്ങനെ കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. AC വിൻഡുകളാണെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് നിലവിൽ വാഹനത്തിന്റെ ഡാഷ്ബോർഡ് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. എക്സ്ട്രാ ഒരു മ്യൂസിക് പ്ലെയർ അവർ ഇതിലേക്ക് കൊടുത്തു എന്നല്ല, വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. വാഹനത്തിന്റെ സീറ്ററിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന സീറ്റുകൾ നമുക്ക് എടുത്ത് പറയാം. അങ്ങനെ കാര്യമായ കീറുള്ള പിന്നുകളോ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഡ്രൈവർ സൈഡിൽ മാത്രമാണ് ചെറിയ ലെവലിൽ ഇരിക്കുന്നതിൻ്റെ അവിടെ ചെറിയൊരു പിന്നിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന സീറ്റുകൾ തന്നെ നമുക്ക് ഇതിനെടുത്ത് പറയാൻ സാധിക്കും. പുറകുവശത്തിൽ തന്നെ സീറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ സീറ്റുകളുടെ അതേ ക്വാളിറ്റി നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലെ കീറുള്ള പിന്നുള്ള ഒന്നും തന്നെ പുറകിലെ സീറ്റുകളിലേക്ക് സംഭവിച്ചു. അതിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വിശാലമായ ഒരു വൃത്തിയിലിരിക്കുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാം. അവിടെ അടുത്ത മാറ്റൊക്കെ നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പുറകിൽ 2 പാഡ്സിന്റെ അവിടെ 2 സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ സ്റ്റെപ്പിനി ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10-65-70% വരുന്ന നല്ലൊരു സ്റ്റെപ്പിനി ടയർ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ വീൽ സ്പാനർ ജാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വാഹനത്തിന്റെ ബൂട്ട് സ്പേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഡിക്കിയിൽ എവിടെയും തന്നെ പാച്ചോ തരുമ്പോൾ അങ്ങനെ മെയിനായിട്ടുള്ള പരിക്കോളം തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. വാഹനത്തിന്റെ ഡോർ പാഡിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 4 ഡോർ പാഡും ഒരേപോലെ നല്ല 4 ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡോർ പാഡാണ്. അവിടെ തന്നെ നമുക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെ കണ്ടിട്ടുണ്ട്. കൂടാതെ 4 ഡോറും പവറിന്റെ എല്ലാം മാനുവൽ ആയിട്ടുള്ള വൈൻഡർ ടൈപ്പാണ് വരുന്നത്. 4 പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ആവുന്നുണ്ട്. ഈ വാഹനത്തിന് ഒരു ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനത്തിന്റെ ഫ്ലോറിലെ മാറ്റുകൾ നിലവിൽ നമുക്ക് ഈ കണ്ടത്. വാഹനത്തിന്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം യൂസിന്റെ ലെവലിൽ ചെറിയ പൊടികൾ അടിച്ച പാടുകളെ നമുക്ക് റൂഫിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇന്റീരിയർ ക്ലീനിങ് കൊടുത്താൽ വൃത്തിയാവുന്ന തരത്തിൽ തന്നെയാണ് വാഹനത്തിന്റെ റൂഫ് നിലവിലിരിക്കുന്നത്. വാഹനത്തിന്റെ മീറ്ററിന്റെ റീഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ 40,580 കിലോമീറ്റർ ഓടെയുള്ള മീറ്റർ റീഡിങ് കാണിച്ചിട്ടുണ്ട്. ഈ കിലോമീറ്റർ ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ കാര്യത്തിൽ. ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ മീറ്റർ ട്രിപ്പ് ചെയ്യാൻ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷെ വണ്ടി കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റീരിയറിലാണെന്ന് നോക്കിയിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ AC കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
വണ്ടി കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആയിട്ട് ഒത്തിരി അധികം വലിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് എടുത്ത് പറയാം. വളരെ റൈസ് സിമ്പിൾ ആണെങ്കിൽ അങ്ങനെ വേറെ ഓവർ നോയ്സോളോ കാര്യങ്ങളൊന്നും തന്നെ എഞ്ചിൻ റൂമിന്റെ അടുത്ത് കയറുന്നൊന്നുമില്ല. നമുക്ക് ഇനി വാഹനത്തിന്റെ AC ഓൺ ചെയ്യാം. ഓക്കെ, വാഹനത്തിന്റെ AC ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വാഹനം കുറച്ച് ദൂരം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്ത സമയത്താണെങ്കിലും അങ്ങനെ ഒത്തിരി നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ തോന്നുന്നൊന്നുമില്ല. പിന്നെ ഇതൊരു 2005 വണ്ടിയാണല്ലോ, അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് എന്തായാലും വാഹനം ഡ്രൈവ് ചെയ്തപ്പോഴാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേറെ ഓവർ അടികളോ കാര്യങ്ങളോ തന്നെ തോന്നിയിട്ടൊന്നുമില്ല. ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് മാറുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. AC ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് വേണം പറയാം. കാരണം ഇത്രയും വർഷം ചെന്നെങ്കിലും AC അവർ നല്ല മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് AC ഭാഗത്തൊക്കെ നമുക്ക് വരുന്നുണ്ട്. XC ഭാഗത്ത് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ എനിക്ക് നിലവിൽ ഫീൽ ചെയ്യുന്നില്ല. അതിപ്പോൾ അടുത്താണ് തന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും നല്ല കൂളും കാര്യങ്ങളൊക്കെ AC ഭാഗത്താണ് വരുന്നുണ്ട്. മൊത്തത്തിൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങനെ ഓവർ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ നമുക്ക് വാഹനം നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് ഇനി വണ്ടിയുടെ ബാക്കി എഞ്ചിൻ സൈഡും ടയർ ഭാഗവും കാര്യങ്ങളും നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ വാഹനത്തിന് എന്താണ് വില ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നിങ്ങൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. വണ്ടിയുടെ നമുക്ക് ഇനി ബാക്കി എഞ്ചിൻ സൈഡും ടയർ ഭാഗം കൂടി നമുക്ക് കാണാം. അതിനു മുമ്പ് ഞാൻ ചെറിയ ഒരു കാര്യം നിങ്ങൾ ഓർത്തിയിട്ട്, ഈ വാഹനത്തിന് ഈ 2005 മാരുതി 800 Mpfi പെട്രോൾ AC വാഹനത്തിന് അവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 50,000 രൂപ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 50,000 രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു നെഗോഷ്യബിൾ ആയ പ്രൈസാണ്. അത് എത്രമാത്രം കുറയും, അതുപോലെ ഇതിൻ്റെ കൂടുതലായിട്ട് ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പി വാങ്ങി നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചോദിക്കാറുണ്ട്, ലാസ്റ്റ് അത്രയ്ക്ക് തരും അത്രയ്ക്ക് തരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരാത്തത് നമുക്ക് ഈ വാഹനങ്ങളൊന്നും പേഴ്സണായിട്ടുള്ള ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിലയുടെ കേസിൽ എന്തെങ്കിലും ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ തീരുമാനം പറയാൻ ഇതിൻ്റെ ഓണർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണ് വില ഉദ്ദേശിക്കുന്നത്, എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനമായിട്ട് ഒരു മാറ്റാൻ താല്പര്യമുണ്ടെന്ന് പറയണം. നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കേരള കാസായ നമ്മുടെ ചാനലിൽ നൽകാതെ നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, നമ്മൾ ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളൊന്നും തന്നെ മേടിക്കാത്തുണ്ട്. ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും തന്നെ നമ്മൾ കേരള കാസിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴും വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ഒരു മെക്കാനിക്കിനെ അതിലേക്ക് കൊണ്ടുപോയി ഓടിച്ച് നോക്കി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ എത്തിയിട്ട് തന്നെ എടുക്കാം. നമുക്കിനി വണ്ടിയുടെ ബാക്കി എഞ്ചിൻ സൈഡ് ടയർ ഭാഗം നോക്കാം. അതോടൊപ്പം ഞാൻ ഈ വാഹനത്തിനകത്ത് കണ്ട ചെറിയ 1-2 നെഗറ്റീവായ കാര്യങ്ങൾ, അപ്പം സത്യത്തിൽ ഒരു നെഗറ്റീവ് അല്ല, എന്നാലും ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-50% അടുത്ത് വരുന്ന നല്ല 4 ടയർസിനെ നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മൾ വാഹനം കണ്ട അതൊരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഇരിക്കുന്നത്. എഞ്ചിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, കാർബറേറ്റർ ടൈപ്പ് അല്ല, MPFI ആണ്, ഇഞ്ചക്ടർ ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ലൊരു മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കൂടാതെ നമുക്ക് വാഹനത്തിൽ ഞാൻ പറഞ്ഞ തന്നെ ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നുള്ള തരത്തിൽ അവർ ഒരു ഹോണ് മാറ്റി സെറ്റ് ചെയ്തായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ വയറിംഗ് ആണ് എന്തായാലും അത്യാവശ്യം നല്ല ലെവലിൽ സ്ലീവൊക്കെ നല്ല വൃത്തിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററി നോക്കുകയാണെങ്കിലും വലിയൊരു കാലപ്പഴക്കം നമുക്ക് ബാറ്ററിയുടെ ഭാഗത്ത് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു വശത്ത് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് തോന്നുന്നു, കാരണം അവിടുത്തെ പേസ്റ്റ് പൊട്ടിച്ചായിട്ട് നമുക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത ലെവലിൽ നല്ല ലെവലിൽ തന്നെ ഒരു വർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നല്ലൊരു വൃത്തി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിലവിൽ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നിങ്ങൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങൾ കണ്ടല്ലോ. വാഹനത്തിൽ നമുക്ക് നെഗറ്റീവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിനുള്ളൊരു വിലയും കാര്യങ്ങളും അവർ ഈ വാഹനത്തിന് അവർ ചോദിച്ചിട്ടുള്ളൂ, ഒരു ആസ്കിംഗ് പ്രൈസ് ആയിട്ടും വെച്ചിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഈ വണ്ടി എടുത്ത ചെറിയ ലെവലിൽ 1-2 വർക്ക് എടുക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഈ ബമ്പറിൻ്റെ അടിവശത്തൊക്കെ കണ്ടു കോർണറിലൊക്കെ ആയിട്ട് ചെറിയ ലെവലിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വാഹനം എവിടെയൊക്കെ തിരിച്ചപ്പോൾ സമയത്ത് ചെറുതായിട്ട് തട്ടിയതിൻ്റെ ആയിരിക്കും ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് മെയിനായിട്ട് നമുക്കൊരു എന്താ പറയുക ഡെൻ്റ് എടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് എടുത്ത് വൃത്തിക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ വാഹനത്തിൻ്റെ പുറകിലെ ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ കണ്ടു വണ്ടി എവിടെയോ സൈഡ് എന്തോ കൊടുത്തപ്പോൾ വെറുതെ ഒരു പാട് നമുക്ക് നോക്കിയാൽ കാണും. ഇവിടെ കണ്ടു ചെറിയ ലെവലിൽ തുരുമ്പ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് തന്നെ ഇവിടെ വീലാർസിൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നല്ല നേരത്തെ തന്നെ പുറകിലെ ബമ്പറിലേക്കാണെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോഡിയിൽ പല സൈഡിലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വൃത്തിയൊക്കെ പെയിൻ്റൊക്കെ അടിച്ചാൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ വാഹനത്തിൽ പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൂടി ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു വാഹനം തന്നെ നമുക്ക് ഈ വാഹനത്തെ എടുത്ത് പറയാൻ സാധിക്കും. അങ്ങനെ ചെറിയ ചെറിയ 1-2 വർക്കുകൾ നമുക്ക് ഈ വാഹനത്തിൽ നിലവിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ട്. എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ നോക്കി ഇഷ്ടപ്പെട്ടൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടികളുടെ കേസിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും തന്നെ ഞാൻ നൽകാറില്ല. കാരണം ഇതൊക്കെ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടും 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ അതും കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും നിങ്ങൾ വീഡിയോ കാണും. അപ്പോൾ വീഡിയോയുടെ അടിയിൽ ഡേറ്റ് നോക്കി നിങ്ങൾക്ക് അറിയാം എന്നാണ് നമ്മളിത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളതൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വാഹനത്തെ കുറിച്ച് അങ്ങനെ അധികം അറിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ഒരു മെക്കാനിക്കിനെ ആരെങ്കിലും കൊണ്ടുപോയി ഓടിച്ച് നോക്കിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ എടുക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നത് നിങ്ങളാണ്, തുറന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങളാണ്. ഇപ്പൊ ഞാനാണെങ്കിലും വണ്ടിയുടെ കേസിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ വലിയൊരു ഒത്തിരി ഇതൊന്നും പറയാനില്ല. പക്ഷേ നമ്മൾ വന്ന് കണ്ട ഒരു 10 മിനിറ്റ് നേരത്തെ പരിചയമുള്ളൂ. നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. കൂടാതെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ വിലയൊക്കെ പറയുന്ന ഭാഗം വരുമ്പോൾ പലരും നമ്മളോട് കമന്റ് ചെയ്ത് ചോദിക്കാൻ ലാസ്റ്റ് അത്രയ്ക്ക് തരുമോ, അത്രയ്ക്ക് തരുമോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇതേ വാഹനത്തിലും കുറവ്, അല്ലെങ്കിൽ അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള കമന്റുകൾ കാണാം. അപ്പൊ അങ്ങനെ കമന്റുകൾക്ക് ഞാൻ ഒരു പരിധിവരെ മറുപടി തരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഒന്നും തന്നെ എനിക്ക് ഈ വാഹനം കൂടില്ല. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ഒരു വില ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നമ്മളല്ലാതെ വേറെ ലാസ്റ്റ് ഫൈനലായിട്ട് ഇത്ര അല്ലെങ്കിൽ വണ്ടി വിറ്റ് എത്ര കമ്മീഷൻ എന്നുള്ള തരത്തിലുള്ള ഒരു പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഏതെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ഞാൻ ഇതുവരെ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വാഹനങ്ങളുടെ എന്തെങ്കിലും റിവ്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ അങ്ങനെ കുറഞ്ഞ വിലയ്ക്കൊക്കെ വണ്ടികൾ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യുമ്പോൾ പിന്നെ കമന്റ് ചെയ്യുന്ന കൂടുതൽ അതിന്റെ നമ്പർ കൂടി ഉൾപ്പെടുത്തി കമന്റ് ചെയ്യാൻ വേണ്ടി തരിക. കാരണം ഒരാൾക്ക് ഇങ്ങനെ 10 രൂപ കുറച്ചൊരു വാഹനം കിട്ടുന്നു അത്രയും നല്ലത് എന്നൊരു കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഞാനത് നെഗറ്റീവായിട്ട് കരുതുന്നത് ആരും തന്നെ അങ്ങനെ കമന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്പർ ഉൾപ്പെടുത്താതിരിക്കരുത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ചാനൽ, കേരള കാർസിലെ ചാനൽ, ഇതുപോലെ വാഹനവും വസ്തുക്കളൊക്കെ ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ കുറഞ്ഞ ലെവലിൽ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ലെവലിൽ ലഭിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ നമ്മൾ ചാനലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കൂടുതലായിട്ട് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഇനി അഥവാ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. നമ്മൾ ഒരു തരത്തിലും പേഴ്സണായിട്ട് ഇടനില നിന്നുകൊണ്ടുള്ള ഒരു വണ്ടി കച്ചവടം, സ്ഥല കച്ചവടം കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ആകെ പേഴ്സണായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പറഞ്ഞാൽ പുറത്ത് പോയിട്ട് അതർ സ്റ്റേറ്റിൽ പോയിട്ട് വാഹനങ്ങൾ എടുത്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ 3 സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും വരും ദിവസങ്ങളും പങ്കുവെക്കുന്നതായിരിക്കും. മുമ്പ് നമ്മൾ ഇതായാലും ഡൽഹിയിൽ പോയിട്ട് വീഡിയോ ചെയ്തും അവിടുത്തെ 1-2 ഷോറൂമുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് എന്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിനകത്താണ് ഈ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ആ വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനകത്തും കാർഡ്സിനകത്തും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.